കേരളത്തിൽ ഒരു നേതാവിനും ലഭിക്കാത്ത യാത്രയയപ്പാണ് വി എസിന് ലഭിച്ചത്. ജനക്കൂട്ടം ജനസാഗരമായി മാറുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ വി എസിൻ്റെ ഉറ്റ അനുയായിയും തിരുവനന്തപുരം മുൻ ജില്ലാ സെക്രട്ടറിയും MLA പിരപ്പങ്കോട് മുരളിയുടെ പുതിയ പുസ്തകം പുറത്തു വരുന്നു. ആ പുതിയ പുസ്തകം ഏറെ വിവാദം നിറഞ്ഞതാണ്. വി എസ് എന്ന വ്യക്തിയോട്, വി എസ് എന്ന സഖാവിനോട് പാർട്ടി കാണിച്ച നെറികേടുകൾ തുറന്നടിക്കുകയാണ് പിരപ്പങ്കോട് മുരളി. CPM നേതൃയോഗത്തിൽ വി എസ് അച്യുതാനന്ദനെ ഒരു യുവ നേതാവ്, ഇന്നലെ കിളിർത്തു വന്ന തകരയെ പോലെയുള്ള ഒരു യുവ നേതാവ് ക്യാപിറ്റൽ പണിഷ്മെൻറ്റിന് വിധേയമാക്കണമെന്ന് പറഞ്ഞു. മറ്റ് അംഗങ്ങൾ അതിനെ ചിരിച്ചുകൊണ്ട് പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ പറഞ്ഞ യുവ നേതാവിന് പാർട്ടിയിൽ വലിയ പദവികൾ ലഭിച്ചു. ആ യുവ നേതാവ് നല്ല വായനക്കാരനാണ്. ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. ഇതാണ് പിരപ്പങ്കോട് മുരളിയുടെ ഒരു വെളിപ്പെടുത്തൽ. വി എസ് കമ്മ്യൂണിസ്റ്റ് മനുഷ്യാവതാരം എന്ന പുസ്തകത്തിലെ ഒരു വെളിപ്പെടുത്തൽ. ആ യുവാവ് ആരാണെന്ന് എല്ലാവർക്കും അറിയാം. M സ്വരാജാണ്. അന്ന് മാധ്യമങ്ങളിൽ ഇതേക്കുറിച്ച് വാർത്ത വന്നപ്പോൾ സ്വരാജ് നിഷേധിച്ചിരുന്നു. കോടിയേരിയും അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല എന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്നും താനതിന് സാക്ഷിയാണെന്നും പിരപ്പങ്കോട് മുരളി പറയുന്നു. പിരപ്പങ്കോട് മുരളി അന്ന് സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു. വി എസിനെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റിന് വിധേയമാക്കണമെന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ അതിവേഗം വളർന്നു ഉന്നത പദവികളിലെത്തി എന്ന് സ്വരാജിൻ്റെ പേര് പറയാതെ പിരപ്പങ്കോട് മുരളി തുറന്നടിക്കുന്നു തൻ്റെ പുതിയ പുസ്തകത്തിൽ. വി എസിനെ മാരാരിക്കുളത്ത് പണ്ട് തോൽപ്പിക്കാൻ ഗൂഢാലോചന നടത്തിയത് 2 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ്. വി എസ് മുഖ്യമന്ത്രിയാകരുതെന്ന് പാർട്ടിക്ക് അക്കാലത്ത് പിടിവാശി ഉണ്ടായിരുന്നു. ഈ 2 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്കെതിരെ നടപടി ഉണ്ടായില്ല എന്നും പിരപ്പങ്കോട് മുരളി പറയുമ്പോൾ വിവാദം കൂടുതൽ കത്തുന്നു. പിരപ്പങ്കോട് മുരളി എഴുതുമ്പോൾ വിവാദം കൂടുതൽ കത്തിപ്പടരും. 2011 വി എസ് മുഖ്യമന്ത്രിയാകാതിരിക്കാൻ സുരക്ഷിതമായ പല സീറ്റുകളിലും പാർട്ടി സ്ഥാനാർത്ഥികളെ തോൽപ്പിച്ചുവെന്നും പിരപ്പങ്കോട് മുരളി എഴുതുന്നു. 2011 വി എസ് എഫക്റ്റ് നിറഞ്ഞു നിന്ന കാലമായിരുന്നു. വി എസ് ഒറ്റയാനായാണ് ആ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അക്കാലത്ത് പിണറായി വിജയനടക്കം അർത്ഥഗർഭമായ ഒരു സമീപനമാണ് സ്വീകരിച്ചത്. വി എസിൻ്റെ ഒറ്റയാൻ പോരാട്ടമായിരുന്നു ആ തെരഞ്ഞെടുപ്പ്. കേവലം 2 സീറ്റുകൾക്കാണ് തുടർഭരണം നഷ്ടമായത്. എന്നാൽ അത് നഷ്ടമായതല്ല, നഷ്ടപ്പെടുത്തിയതാണ് എന്നാണ് പിരപ്പങ്കോട് മുരളി എഴുതുന്നത്. സുരക്ഷിതമായ പല സീറ്റുകളിലും CPM പരാജയപ്പെട്ടു എന്നത് ശ്രദ്ധേയമാണ്. പാറശാലയിൽ ആനാവൂർ നാഗപ്പൻ പരാജയപ്പെട്ടു, കഴക്കൂട്ടത്ത് അജയകുമാർ പരാജയപ്പെട്ടു. ഇങ്ങനെ പല സുരക്ഷിതമായ സീറ്റുകളിലും CPM പരാജയപ്പെടുന്ന കാഴ്ച അന്ന് കണ്ടു. അത് പാർട്ടി തന്നെ ഉണ്ടാക്കിയ ഒരു നാടകമായിരുന്നു. പാർട്ടി തങ്ങളുടെ സ്ഥാനാർത്ഥികളെ ബോധപൂർവം തോൽപ്പിച്ചു എന്നാണ് പിരപ്പങ്കോട് മുരളി പറയുന്നത്. 2016 ആദ്യഘട്ടത്തിലെങ്കിലും 2016 LDF അധികാരത്തിൽ വന്നപ്പോൾ ആദ്യഘട്ടത്തിലെങ്കിലും വി എസിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് വാദിച്ചതിനാലാണ് തനിക്ക് പാർട്ടി ഘടകങ്ങളിൽ ഇടം കിട്ടാതെ പോയതെന്നും പിരപ്പങ്കോട് മുരളി പ്രതികരിക്കുന്നു. ചുരുക്കത്തിൽ വി എസ് കമ്മ്യൂണിസ്റ്റ് മനുഷ്യാവതാരം എന്ന പുസ്തകം വലിയ വിവാദങ്ങൾക്ക് ഇടവരുത്തും. പിരപ്പങ്കോട് മുരളി നല്ല എഴുത്തുകാരനാണ്, നല്ല സംഘാടകനാണ്. പിരപ്പങ്കോട് മുരളി ഏറെക്കാലം CPMൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. വി എസ് അച്യുതാനന്ദൻ്റെ അടുപ്പക്കാരനായിരുന്നു. വി എസ് അച്യുതാനന്ദൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നു പിരപ്പങ്കോട് മുരളി. അദ്ദേഹം വാമനപുരം മണ്ഡലത്തിൽ നിന്ന് MLAയും ആയിരുന്നു. CPM സംസ്ഥാന കമ്മിറ്റി അംഗമെന്ന നിലയിൽ വി എസിനോട് അചഞ്ചലമായ കൂറ് പുലർത്തിയ നേതാവായിരുന്നു പിരപ്പങ്കോട് മുരളി. ആ പിരപ്പങ്കോട് മുരളിയുടെ പുസ്തകമാണ് പുറത്തു വരുന്നത്. CPMനുള്ളിൽ പുതിയ
വെളിപ്പെടുത്തലുകളും പുതിയ CPM-നുള്ളിൽ പുതിയ കോളിളക്കങ്ങൾ സൃഷ്ടിക്കുന്ന പുസ്തകം. ഈ പുസ്തകം പുറത്തു വരുമ്പോൾ കോൺഗ്രസ് അത് ആയുധമാക്കും എന്നുള്ളത് ഉറപ്പാണ്. പിരപ്പങ്കോട് മുരളിയെ ഇപ്പോൾ CPM തഴഞ്ഞ് ഇട്ടിരിക്കുകയാണ്. അദ്ദേഹം CPM-മായി സഹകരിച്ച് ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. കോലിയക്കോട് കൃഷ്ണൻ നായരും പിരപ്പങ്കോട് മുരളിയും തമ്മിലുള്ള യുദ്ധം ശ്രദ്ധേയമാണ്. താൻ MLA ആകാൻ വേണ്ടി മത്സരിച്ചപ്പോൾ കോലിയക്കോട് കൃഷ്ണൻ നായർ തന്നെ തോൽപ്പിക്കാൻ മനഃപൂർവ്വം ശ്രമിച്ചിരുന്നുവെന്ന് മുമ്പ് തൻ്റെ ആത്മകഥയിൽ പിരപ്പങ്കോട് മുരളി എഴുതിയിട്ടുണ്ട്. ആ പിരപ്പങ്കോട് മുരളിയാണ് ഇപ്പോൾ BS കമ്മ്യൂണിസ്റ്റ് മനുഷ്യാവതാരം എന്ന പുസ്തകവുമായി എത്തുന്നത്. എന്തായാലും ഈ പുസ്തകം സൃഷ്ടിക്കുന്ന കോളിളക്കങ്ങൾ ചെറുതല്ല.